ചിക്മംഗ്ലൂരിൽ വിനോദയാത്രയ്ക്ക് പോയി അപകടത്തിൽപ്പെട്ട മരിച്ച പെൺകുട്ടിയുടെ വാർത്ത ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ കുട്ടിയോടൊപ്പം മണിക്കൂറുകൾക്ക് മുൻപ് എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ മറ്റൊരു പെൺകുട്ടിയുടെ മേൽ കുറ്റം ചുമത്താൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു. ഒരു മരണവും ഒരു ദുഃഖവും തന്നെ താങ്ങാനാകാതെയാണ് ഞങ്ങൾ കുടുംബം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതിനിടയിൽ ഇത്തരമൊരു ദുഃഖം കൂടി ഞങ്ങൾക്ക് തരരുത്. വിനോദയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട് മരിച്ച കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ കുടുംബം രംഗത്തുണ്ട്. ശ്രീനന്ദയുടെ സുഹൃത്തിനെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കുടുംബാംഗങ്ങൾ അഭ്യർത്ഥിച്ചു. ശ്രീനന്ദയുടെ വല്യച്ഛൻ്റെ മകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് സത്യാവസ്ഥ വ്യക്തമാക്കുന്നത്. ശ്രീനന്ദയെ കാണാതാകുന്നതിന് തൊട്ടു മുൻപ് സുഹൃത്തിനോടൊപ്പം എടുത്ത റീലിൽ എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ അപകടത്തിന് 2 മണിക്കൂർ മുമ്പ് എടുത്തതാണെന്ന് കുറിപ്പിൽ സമയം കൃത്യമായി കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഏകദേശം 3 മണിയോടെയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നും പറയുന്നു. അതിനുശേഷം വൈകിട്ട് 5:20 വരെ ശ്രീനന്ദ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനുള്ള തെളിവ് മറ്റൊരു ചിത്രത്തിൽ തന്നെ കുടുംബം പുറത്തുവിടുന്നുണ്ട്. 5:20ഓടെയാണ് ശ്രീനന്ദയെ അവസാനമായി മറ്റുള്ളവർ കണ്ടത്. ശ്രീനന്ദയ്ക്കൊപ്പം വീഡിയോയിലുള്ള പെൺകുട്ടിയെ ചോദ്യം ചെയ്യണമെന്ന് സത്യം പറയിപ്പിക്കണമെന്നുള്ള രീതിയിലെ കമൻറ്റുകളും വീഡിയോകളും ക്രൂരമായി തന്നെയാണ് എന്ന് മീനു ഇപ്പോൾ കുറിച്ചിട്ടുണ്ട്. മീനുവിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം: ശ്രീനന്ദയുടെ അവസാന വീഡിയോ എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ പുറം ലോകത്തെ അറിയിക്കാനുള്ളതാണ് ഈ പോസ്റ്റ്. ഞാൻ ശ്രീനന്ദയുടെ വല്യച്ഛൻ്റെ മകളാണ്. ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അധികം വലിയ വേദനയിലൂടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ പോയി എന്നറിഞ്ഞതിനു ശേഷം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പലതും എത്രത്തോളം വസ്തുതാവിരുദ്ധമുള്ളതെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെതിരെ ഒരു പോസ്റ്റ് ഇടണമെന്ന് തീരുമാനിച്ചു. ശ്രീനന്ദയെ കാണാതാവുന്നതിന് തൊട്ടു മുൻപ് കൂട്ടുകാരിയോടൊപ്പം എടുത്ത റീൽ എന്ന തരത്തിൽ പ്രചരിക്കുന്ന യഥാർത്ഥത്തിൽ കാണാവുന്നത് 2 മണിക്കൂർ മുൻപുള്ള വീഡിയോ ആണ്. അതായത് ഏകദേശം 3 മണിയോടടുപ്പിച്ചെടുത്തതാണ്. അതിനുശേഷം വൈകിട്ട് 5:20 വരെയും അവൾ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോയാണ് താഴെ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് കൂടെയുള്ളവർ അവളോടൊപ്പം വൈകിട്ട് 5:20 വരെ ഉണ്ടായിരുന്നു. ഇതുതന്നെയാണ് അവളെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സമയവും. വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് മറ്റുള്ളവരെയും കൂടി വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നും, ഒരു വിഷമം താങ്ങാനാവാതെ ഞങ്ങളുടെ കുടുംബം പേറിയിരിക്കുന്ന ഈ ദുഃഖം ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുമാണ് പറയുന്നത്. അത്രമാത്രം വേദനയിൽ കടന്നു പോകുന്ന ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഓരോ തവണയും വേദന അനുഭവപ്പെടുന്നത് ഞങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ ഓരോ വാർത്തകളും ഞങ്ങൾക്ക് വേണ്ടി പരിശോധിച്ച് ചെയ്യുമ്പോഴും വളരെയധികം തന്നെ സഹായകരമായ രീതിയിൽ ഞങ്ങൾക്കൊന്നും ഇനി നൽകാനും വരാനുമില്ല എന്നവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്.